ഹലോ മക്കളെ, നമുക്കെന്ന് കോർഫക്കാൻ പോയാലോ? ഇന്ന് എൻ്റെ പിന്നാലെ പോരെ. ഞങ്ങൾ അങ്ങനെ റൂമിൽ നിന്ന് 5 ആൾക്കാർ ഇറങ്ങിയിട്ട് വെച്ച് പിടിച്ചു 100-110. 1.5 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മളവിടെ എത്തി. പുലർച്ചെ ടൈം ആയതുകൊണ്ട് ചെക്കന്മാർ പറഞ്ഞു അവർക്ക് നിസ്കരിക്കണമെന്ന്. ആയിക്കോട്ടെ, എന്നാൽ അവർ നിസ്കരിച്ചോട്ടെ. അവർ വരണവർ നമ്മളവിടെ പോസ്റ്റ്. അങ്ങനെ അവരെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മല കയറാൻ പോയി. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റത്തെ 1 മണിക്കൂറിന് 20 ദിർഹംസും രണ്ടാമത്തെ മണിക്കൂറിന് 60 ദിർഹംസാണ്. അത് നമ്മൾ ആദ്യം തന്നെ പേ ചെയ്യണമെന്നില്ല. തിരിച്ചു വരുമ്പോഴോ ഓൺലൈനായിട്ടോ പേ ചെയ്താൽ മതി. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് 1 മിനിറ്റിലും കഴിഞ്ഞാൽ അവരെന്തായാലും 60 ദിർഹംസ് വാങ്ങും. അത് നമുക്ക് ഭയങ്കര നഷ്ടമായി പോകും. അങ്ങനെ ഞങ്ങൾ അടിയിൽ നിന്ന് കയറി മേലെ എത്തുമ്പോഴേക്കും ഒരു 10 മിനിറ്റ്. അവിടെ പോകുന്ന ആൾക്കാർക്ക് എന്തായാലും പാർക്കിംഗ് കിട്ടില്ല എന്നുള്ള വിഷമം ഉണ്ടാവില്ല. മേലെ പാർക്കിംഗ് ഇല്ലെങ്കിൽ അടിയിൽ ഇഷ്ടം പോലെ പാർക്കിംഗ് നമുക്ക് എവിടെ വേണമെങ്കിലും ഇടാം. അവിടെ അങ്ങനെ വണ്ടിയൊക്കെ ഇട്ട് ഞങ്ങൾ നടക്കൽ തുടങ്ങി. എങ്ങിട്ട് ലക്ഷ്യമില്ലാത്ത നടത്തം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ഷിറാസ്. ഇപ്പോൾ എന്തെടുക്കുന്നത് ഓനിക്കെന്നെ അറിയില്ല. ഇത് നമ്മുടെ മോഡൽ ഫ്രം മീഷോ ആഷിഖ് റഹ്മാൻ. ഇനി അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ സൈലൻ്റ് ആയിട്ടൊന്ന് കണ്ടോക്കി. കുറച്ചേരം ഞങ്ങൾ അതിൽ കൂടെയൊക്കെ നടന്ന് അവിടെ നിന്ന് പോകുന്നു. പ്രത്യേകിച്ചൊന്നും കാണാത്തതുകൊണ്ട് അവിടെ നിന്നിട്ട് വലിയ കാര്യമല്ല. നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും എന്തിനാ ഈ ഓടുന്നത്, വെറുതെ ഷോ ഓഫ്. അങ്ങനെ അവിടെ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ വിട്ടു കോർഫക്കാൻ ബീച്ചിൽ. മേലെന്ന് സൂര്യനെ കാണാൻ പറ്റിയില്ലെങ്കിലും പോണ വഴിക്കില്ലെങ്കിലും കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്, കോർഫക്കാൻ ബീച്ച്. ബീച്ചിൻ്റെ സൈഡിലിട്ടാന്ന് വെച്ചാൽ പാർക്കിംഗ് ഫ്രീ ആണ്. അപ്പുറത്ത് കൊണ്ടിട്ടാൽ പൈസ കൊടുക്കേണ്ടി വരും. ബീച്ച് കാണാത്തവർക്ക് ബീച്ച് കണ്ടോളിയും. നല്ല സമാധാനമുള്ള ബീച്ച്, ആളും തിരക്കൊന്നും അധികമല്ല. ദുബായിലെത്തിയിട്ട് കാക്കേനെ കാണൽ കുറവാണ്. അപ്പോൾ കാക്കേനെ കാണുന്നവരൊക്കെ ഇങ്ങോട്ട് ഒന്നുകൂടി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി ബീച്ചിലൊരു നീരാട്ടാണ്. പക്ഷെ ഞാൻ കുളിക്കണില്ല. അങ്ങനെ എൻ്റെ കുളിച്ച് നിങ്ങൾ കാണണ്ട. എന്തോ പോലെ ഹാലില്ലേ, ഫുൾ ടൈം വെള്ളത്തിലാണ്. എന്താ ചെയ്യുക. ഇതാണ് ബീച്ചിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക തരം പക്ഷി, പേര് നിങ്ങൾ ഇട്ടോ. അവിടുന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി നേരെ വണ്ടി കയറി നേരെ റൂമിലേക്ക് വിട്ടു. ഞാൻ വണ്ടി കയറിയപ്പോൾ തന്നെ ഒരു ഉറക്കം പാസ്സാക്കി. 1 മണിക്കൂർ പോയ വഴി അറിഞ്ഞില്ല. ഞാൻ കണ്ണു തുറന്നപ്പോൾ നേരെ കാണുന്ന നമ്മൾ ദുബായ് ഫ്രെയിമാണ്. അപ്പോൾ മനസ്സിലായി റൂം എത്താനായി എന്നുള്ളത്. റൂം എത്തി ഡ്രസ്സ് മാറ്റി ഒരു അടിപൊളി ഉറക്കം. എന്നാൽ ശരി കേട്ടോ, ടാറ്റ ബൈ ബൈ.